ഹേ ഗായ്സ്, കാസർഗോഡ് ജില്ലയിലെ ഒരു ജലീലിന്റെ മകൾ ജസീല എന്ന് പറയുന്ന ഒരു 24-കാരി മരണപ്പെട്ടത് എല്ലാവരെയും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പാവം പിടിച്ച ഒരു പെണ്ണിനെയാണ് കൊലക്ക് കൊടുത്തത്. അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അയൽവാസിയും കുടുംബവും ആണ് ഈ ഒരു പെൺകുട്ടിന്റെ മരണത്തിന് കാരണം. അപ്പം നിസ്സാരമായ ഒരു കാര്യത്തിന് ഒരു ജീവനാണ് നഷ്ടമായത്. 2 മക്കൾക്ക് ഉമ്മ ഇല്ലാണ്ടാക്കിയവർ. ബാക്കി നിങ്ങൾ കേട്ടു. മരണത്തിലേക്ക് തള്ളിവിട്ട ക്രൂരമായ കൊലപാതകമാണ്. 24 വയസ്സ് മാത്രം പ്രായമുള്ള 2 പിഞ്ചുമക്കളുടെ മാതാവായ ജസീലയ്ക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു എന്നത് നമ്മുടെ സമൂഹത്തിന് തീരാത്ത അപമാനമാണ്. ഭർത്താവിന്റെ വീടിനടുത്തുള്ള അയൽവാസിയായ അഫീദും കുടുംബവും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ വേട്ടയാടലാണ് ഈ ദുരന്തത്തിന്റെ തുടക്കം. തന്റെ ഫാൻസി കടയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ജസീലയുടെ പക്കൽ നിന്നും 2 പവൻ സ്വർണം അഫീദ് വാങ്ങിയിരുന്നു. എന്നാൽ ഇത് തിരികെ ചോദിക്കുമെന്ന് പറയുന്ന അഫീദ് തിരിച്ചൊരു കള്ളക്കഥ മെനയുകയായിരുന്നു. 9.5 പവൻ സ്വർണം ജസീല മോഷ്ടിച്ചെന്നാരോപിച്ച് ഇയാൾ പോലീസിൽ പരാതി നൽകി. ഇത് കേവലം ഒരു പരാതിയിൽ ഒതുങ്ങിയില്ല. ജസീലയെ ഒരു മോഷ്ടാവായി ചിത്രീകരിച്ച് നാട്ടിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ അപവാദ പ്രചരണമാണ് അഫീദും കുടുംബവും നടത്തിയത്. ഒരു നിമിഷം കൊണ്ട് ആ പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെ അവർ തെരുവിൽ വലിച്ചു കയറി. ക്രൂരതയുടെ അടുത്ത ഘട്ടം ജസീലയുടെ കുടുംബജീവിതം തകർക്കുക എന്നതായിരുന്നു. പ്രവാസിയായ ജസീലയുടെ ഭർത്താവിനെ വിളിച്ച് അഫീദ് നടത്തിയ ഭീഷണി ഏതൊരു സ്ത്രീയെയും തകർക്കുന്നതാണ്. നിന്റെ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങൾ എന്റെ കൈവശമുണ്ടെന്ന് കള്ളം പറഞ്ഞ് ആ ബന്ധത്തിൽ ഇയാൾ വിഷം കലർത്തി. സ്വന്തം പങ്കാളിയിൽ നിന്നും പോലും അവിശ്വാസം നേരിടേണ്ടി വന്ന ജസീലയുടെ മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഭർത്താവിന്റെ വീട്ടുകാർ വിവാഹമോചന ഭീഷണി മുഴക്കി വീട്ടിലെത്തിയതോടെ ജസീല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നിയമത്തിന്റെ കാവൽക്കാരാകേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ജസീല മരണത്തിന് മുമ്പ് പറഞ്ഞത്. മോഷണ പരാതിയുടെ പേരിൽ ആദൂർ പോലീസ് ജസീലയെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെയാണ് ചോദ്യം ചെയ്യലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. താൻ ഇരയാണെന്നും തന്റെ പേരിൽ മോഷണം ആരോപിച്ച അഫീദിനെതിരെ പരാതി നൽകണമെന്നും അവൾ കരഞ്ഞു പറഞ്ഞിട്ടും ആദൂർ പോലീസ് അത് കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് ജസീല മരണത്തിന് മുമ്പ് പറഞ്ഞത്. പോലീസ് പോലും പരാതി സ്വീകരിക്കുന്നില്ല. ഒരു മോഷ്ടാവായി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മരണത്തിന് തൊട്ടു മുമ്പ് ജസീല റെക്കോർഡ് ചെയ്ത വാക്കുകൾ ഓരോ മലയാളിയുടെയും ഉള്ളുലക്കുന്നതാണ്. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ എന്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായി. അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എന്റെ പേരിൽ എന്തൊക്കെയോ ഞാനേതൊക്കെ ചെക്കപ്പൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് വന്നു. അങ്ങനെന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കാറ്. ഹസ്ബൻഡിന്റെ വീട്ടിൽ എല്ലാരും അറിഞ്ഞില്ല കാര്യം. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദിത്തം എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അവർ വീട്ടുകാരെടുക്കാൻ എന്നെ നാണം കെട്ടിയിട്ടുണ്ടായി. അവരെന്തൊക്കെയോ ഒരാവശ്യം പറഞ്ഞിട്ട് പോയി. അപ്പം 2.5 പവൻ നൽകി ജസീല എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അഫീദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ എന്താ പറയാ ഒരു വഴി മുട്ടിയപ്പോ രക്ഷിച്ചു എന്നുള്ള ഒരു കൺസൾട്ടേഷൻ വരെ കൊടുക്കാതെ ആ പെണ്ണിനെ ക്രൂരമായി എന്താ പറയാ കൊലക്ക് വിട്ടുകൊടുത്ത ആ ഒരു നീചന്മാരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്താ പറയാ ആ ഫാമിലിനെ വെറുതെ വിടാൻ പറ്റൂല എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രയും പെട്ടെന്ന് തന്നെ അത് സാധിക്കട്ടെ. ആ ഒരു പെൺകുട്ടിയും അവളുടെ ഫാമിലിയും അനുഭവിച്ച ആ ഒരു വേദന അത്രയും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാവണം ആ ഒരു പെൺകുട്ടി ആ ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക. 2 മക്കളെ വരെ അവൾ ഓർത്തില്ല. 2 പിഞ്ചു മക്കളല്ലേ ഉള്ളത്. അവരുടെ കാര്യം വരെ ഓർക്കാതെയാണ് ആ ഒരു പെൺകുട്ടി ഈ ഒരു കടുങ്കൈ ചെയ്തിട്ടുള്ളത് ഗൈസ്. അപ്പം എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. റമദാൻ മാസമാണ്. എന്താ പറയാ ഒരുപാട് കുറ്റവും നമുക്ക് പറയാൻ പറ്റൂല, അല്ലെങ്കിലും പറയാൻ പറ്റൂല. പക്ഷെ ഈ ഒരു മാസം നല്ല പുണ്യമായ റമദാൻ മാസമാണ്. എന്താ പറയാ ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ, അത്രേ പറയാനുള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ.